കേരളത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തിയാൽ പലരും പറയുന്ന ഇപ്പോൾ യു ഡി എഫ് തരംഗമൊന്നും ഒരു കുന്തവും ഇല്ല. യു ഡി എഫിൻ്റെ തരംഗമൊന്നുമില്ല. യഥാർത്ഥ തരംഗം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിരുദ്ധ തരംഗമാണ്. പിണറായിയെ തകർക്കണം. പിണറായി ഭരണത്തിനുള്ള വൈരാഗ്യം, ആ വൈരാഗ്യം തീർക്കാൻ ജനങ്ങൾ നോക്കിയപ്പം ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല. ബി ജെ പി പകരമാവുന്നില്ല. പകരം വരാൻ പറ്റുന്നത് കോൺഗ്രസ്സിനാണ്. അതുകൊണ്ട് ജനം അടച്ച് കോൺഗ്രസ് വോട്ട് ചെയ്തു. ഞാൻ ഒരു ഉദാഹരണമായി തെടനാട് പഞ്ചായത്ത്, ഞാൻ ഒറ്റയ്ക്ക് 2000 വോട്ട്, എല്ലാ പാർട്ടികളും 2000 വോട്ട് ലീഡ് ചെയ്ത സ്ഥലമാണ്. അവിടെ ഇപ്പോൾ 2000 വോട്ട് യു ഡി എഫ് ലീഡാണ്. അപ്പം ഞാൻ നമ്മൾ ഇന്ന് വിളിച്ചു, അതിനിടെ അങ്ങനെ പറ്റി. അത് ആശാൻ വോട്ട് ചെയ്താൽ ആശാൻ ജയിച്ചു എന്നല്ലാതെ വേറെ ഗുണമുണ്ടാകില്ല. ഇവന്മാരെ കൊല്ലണമെങ്കിൽ കോൺഗ്രസ് വരണം, അതുകൊണ്ട് ചെയ്തതാണ്. മതിയോ? അതായത് പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞു വീശിയിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലം അതുതന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ അക്കൗണ്ട് തുറക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അക്കൗണ്ട് തുറന്നു. അതായത് 2 സീറ്റ് ഇപ്പം കിട്ടുക, ചാത്തന്നൂർ കിട്ടി, 2 എണ്ണമായി, മതി, അക്കൗണ്ട് തുറന്നല്ലോ. പൂഞ്ഞാറ് നമ്മൾ കഴിഞ്ഞ തവണ 19,000 ബി ജെ പി കിട്ടി, ഇത്തവണ 38,000. അപ്പം നേരെ ഇരട്ടിയായിട്ട് വോട്ട് നേരെ ഇരട്ടിയാക്കാൻ വർദ്ധിപ്പിക്കാൻ പൂഞ്ഞാറ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. പാലായിൽ 35,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ എല്ലാ കേരളത്തിലെ ആകമാനം എടുത്ത് പരിശോധിക്കുമ്പോഴും ബി ജെ പിയുടെ വോട്ട് ശതമാനം 100% വർദ്ധിച്ചിരിക്കുക. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേട്ടം. ഭാവിയിൽ കേരളത്തിൽ ബി ജെ പിയുടെ ശക്തി തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. നല്ല നിലയിൽ, വളരെ നല്ല നിലയിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ജയിച്ചിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയ സംഭവമാണ്. സത്യത്തിൽ ഒരു 5ന് മുകളിൽ കിട്ടും 100% ഞങ്ങൾ വിശ്വസിച്ചതാണ് കേട്ടോ. സത്യം പറയാമല്ലോ, 5ന് മുകളിൽ ഞങ്ങൾ കൂട്ടിയതാണ്. പക്ഷേ ഇപ്പോൾ ഈ തരംഗത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്. സാരമില്ല, ഞാൻ പറഞ്ഞ തടനാടിയ ഉദാഹരണം പറഞ്ഞതാണ്. സാരമില്ല, അടുത്ത 29 ഞങ്ങൾ തിരിച്ചു വരും. അന്ന് ഈ കോൺഗ്രസ് തരംഗം ഒക്കെ തീരും. കോൺഗ്രസ് തരംഗം എന്നൊക്കെ പറയുന്നത് അല്ലെന്നും പിണറായി വിരുദ്ധ തരംഗമാണെന്ന് തെളിയും. പിണറായി എന്ത് ധർമ്മടത്തൊന്ന് ആലോചിച്ച്, പിണറായി ഞെരിങ്ങിയാണ് ജയിച്ചിരിക്കുന്നത്. തോറ്റെന്നോർത്തതാണ്. അപ്പോൾ പിണറായി വിരുദ്ധ തരംഗം എന്ന് 53,000 വോട്ടിന് ജയിച്ച പിണറായിയാണ് ഞെരിങ്ങി ജയിച്ചത്. അപ്പോൾ പിണറായി വിരുദ്ധ തരംഗം വളരെ വലുതാണ്. ഇനിയെങ്കിലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ജനവികാരം ഇത്ര വലുതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ രാഷ്ട്രീയത്തിൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിണറായി മാറി നിന്നുകൊണ്ട് മത്സരത്തെ നേരിട്ടിരുന്ന അതെ, ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി പിളരുമെന്ന് എന്നാ കുന്താണ് പിളരുന്നത്. 2 കാലയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് കീറ, അത് അങ്ങനെ പിളരാം, വേറെ മാർഗമില്ല. തോറ്റിട്ടും ജോർജ് ചേട്ടന്മാർ സന്തോഷത്തിലാണല്ലോ. ലഡു വേണോ? വാങ്ങിച്ചില്ല, ഇന്ന് വൈകുന്നേരം വാങ്ങിക്കണമെന്നിരുന്ന. എങ്ങനെ ജയിച്ചാൽ തരാമെന്നല്ലേ സമോസ തരാൻ പ്ലാനിട്ട് വേണോ? ഞാൻ എപ്പോഴാണ് കരഞ്ഞേണ്ടിട്ടുള്ളത്? എനിക്ക് ജനവിധി മാനിക്കുക എന്നുള്ളതിൻ്റെ മര്യാദ. ഒരു തെരഞ്ഞെടുപ്പാണ്, ജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. അതിന് 2 ജയത്തെയും പരാജയത്തെയും സന്തോഷത്തോടെ സ്വീകരിക്കണം, മര്യാദ കാണിക്കണം. മനസ്സിലായില്ലേ? അതല്ലാതെ ഞാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജയിച്ചാൽ പ്രകടനം പോലും ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്തിനു തോറ്റവരെ തടക്കി തട്ടേണ്ട കാര്യം നമുക്ക് തന്നെ. തോറ്റു. ജനകീയമായ കമ്മിറ്റികൾ കൂടിക്കൊണ്ട് വികസന പ്രവർത്തനം നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞു. അത് വേണ്ടാന്ന് ജനം പറഞ്ഞുകൊണ്ട് എനിക്ക് സ്വസ്ഥത കിട്ടി, അത്രേ ഉള്ളൂ. ഇത് 10ാമത്തെ അംഗമാണ്. അതെ, ഷോൺ ജോർജ് പറഞ്ഞത് ഇനി പാലായിൽ സജീവമായിട്ടുണ്ടാവുന്ന, പൂഞ്ഞാറിൽ PC സജീവമായിട്ടുണ്ടാവും. ഞാൻ പിന്നെ ഇവിടെ പോകാൻ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ നാട്ടിൽ കാണും, പൊതുപ്രവർത്തകനായിരിക്കും, മാന്യമായ പൊതുപ്രവർത്തനം നടത്തും, എല്ലാത്തിലും ഇടപെടും, ഒരു സംശയം വേണ്ട. ജയിച്ചവനെ എല്ലാം കൂടി സൂചിച്ച് കിടക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. തെരഞ്ഞെടുപ്പ് വന്നാൽ ആരെയും വേണ്ട മത്സരിക്കും. ഇത്തവണ ഞാൻ പറയട്ടെ, ഇത്തവണ മത്സരിക്കുന്നില്ലെന്ന് കാലെ പിടിച്ച് ഞാൻ പറഞ്ഞു. എല്ലാവരോടും ചോദിച്ചു, രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തോട് ചോദിക്കൂ, എനിക്ക് പറ്റുകയില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പാർട്ടിയിൽ നിന്ന് ശക്തമായ നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം വന്ന് ന്യായമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ മത്സരിച്ചില്ലായിരുന്നു, ബി ജെ പി അവിടെ പോയിവിടെ. അതാണ് പ്രശ്നം. അല്ല, തൃപ്തികരമാണ് ഷോണിൻ്റെയും താങ്കളുടെയും? തൃപ്തികരമാണ്. ഈ പിണറായി വിരുദ്ധ തരംഗത്തിനകത്ത് ഇത്ര വോട്ട് പാലായിലും പൂഞ്ഞാലിലും പിടിച്ചെന്ന് മാത്രമല്ല, കേരളം മുഴുവൻ വോട്ട് പിടിച്ചിരിക്കുക. ഒരു വലിയ തരംഗം ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. ഈ കുറച്ച് മുമ്പ് UDF വിജയാഘോഷം ഈ പ്രവർത്തകരൊക്കെ പുറത്തുനിന്ന് കൂടി വിളിക്കുന്നത് കുറച്ച് വീഡിയോകളൊക്കെ
UDFകാരൻ പ്രകടനം നടത്തുന്നത് എനിക്ക് വിരോധമില്ല. ആ പ്രകടനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി രണ്ട് തെറിയും പറഞ്ഞുകൊണ്ട് എനിക്കൊരു വിരോധമില്ല. പക്ഷേ തുണി പൊക്കി കാണിക്കരുത്, എനിക്കിഷ്ടമില്ല. അത് ഞാൻ അടി വെച്ച് കൊടുക്കും. അത് അവന്മാർക്ക് മനസ്സിലായിട്ട് ഇവിടെ നിന്ന് ആളുകൾ കണ്ടല്ലോ. അപ്പോൾ ഇത് മാത്രം പെരയ്ക്കകത്ത് കയറി പടക്കം പൊട്ടിക്കുക. പടക്കം പൊട്ടിച്ചോ പെരയ്ക്കകത്ത് കയറി പൊട്ടിക്കുക. ഒരു 2 അടി കൊടുത്തേക്കാൻ ഞാൻ തീരുമാനിച്ച. ഞാൻ ചെന്നത് അങ്ങോട്ട് ചെന്നപ്പോൾ അവന്മാർ എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് ക്ഷമ പറഞ്ഞു. ഒന്നാമത് ക്ഷമ പറഞ്ഞു, രണ്ടാമത് എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് കൂടി. പിന്നെ നമ്മളിപ്പോൾ ഒരു വഴക്കുണ്ടാക്കണ്ട. പോലീസിൻ്റെ ആവശ്യം വന്നില്ല, ഞാൻ തന്നെ കൈകാര്യം ചെയ്യാൻ പോയതാണ്. എന്തിനാണ് ഞാൻ അമ്മമാർ എത്ര എണ്ണം 2000 എണ്ണം ഒരുമിച്ച് വന്ന് ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടാണ്. പിന്നെ ഈ 500 എണ്ണം ഒന്നും എനിക്ക് പ്രശ്നമല്ല. നിങ്ങളോടോ പിണങ്ങും ചിണങ്ങും, അതാ ഞാൻ. അല്ലാതെ എപ്പോഴും പിണങ്ങിയിരിക്കുകയല്ല, എപ്പോഴും എണുങ്ങിയിരിക്കുകയല്ല. തെറ്റ് കാണിച്ചാൽ തെറ്റാന്ന് പറയും, ശരി കാണിച്ചാൽ ശരി പറയും. അതല്ലാതെ എനിക്കെന്നെ വൈരാഗ്യം ഒരു വൈരാഗ്യമില്ല. എന്നാലും രക്ഷപ്പെടില്ല. കാരണം ഇരുത്ത തരംഗം അങ്ങ് മാഞ്ഞടിച്ചു. പിണറായി മാറി നിന്ന വേറെ ആരാ? അതിനുള്ളതെന്ന് ആളില്ല അവിടെ. CPM ഉണ്ടായിരുന്നതിന് എല്ലാവരും ഒടിച്ച് ഞുറുക്കിയിട്ടിരിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ അല്ല സുധാകരൻ വരണം, പോയി. സുധാകരൻ ജയിച്ചു കണ്ടില്ലേ? അല്ലെങ്കിൽ ഐസക്ക് വരണം, ഇല്ല. അങ്ങനെയുള്ള ടീച്ചറിനൊക്കെ തോക്കാൻ കൊണ്ടിട്ടു, എങ്ങനെയോ ജയിച്ചിട്ടുണ്ട്, കഷ്ടിച്ചു. അങ്ങനെ എല്ലാവരും ഒതുക്കുന്ന ഒരു രാഷ്ട്രീയമാണല്ലോ പിണറായി നടത്തിയത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായെന്നാണ് ഞാൻ പൂഞ്ഞാറിൽ. ഏത് പൂഞ്ഞാറോ? പൂഞ്ഞാറ് ഞാൻ 37,000 32,000 ആയിട്ടായി. 19 38ആയി. കുന്തം മുടുത്ത കുന്തം. എടി അങ്ങനെയാണെങ്കിൽ തെറനാടുള്ള അച്ഛനെതിരെ പറഞ്ഞെന്ന് പറയുന്നത്, ആ അച്ഛനെ പള്ളിക്ക് ചുറ്റുമുള്ള 4 വാർഡിലും എൻ്റെ BJP താമരച്ചെന്നിലാണ് ജയിച്ചത്. എങ്ങനെ ഇതൊക്കെ ചുമ്മാ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആഹ്ലാദിച്ചോട്ടെ, ഞാൻ കാണിച്ചോളാം. റിയാസ് പണമുണ്ടെങ്കിൽ പണത്തിന് ശക്തിയുണ്ട്, അത്ര ഉണ്ട്. 35,000 പിടിച്ചിട്ടുണ്ട്. നല്ല 10,000 നിന്ന് 35,000 പോയി. അത് ഞാൻ എത്ര നാളായിട്ടോ ഇത് പിരിച്ചുവിടണം എന്ന് പറയുന്നതാണ്. പിരിച്ചുവിടാം. ഇപ്പം തന്നെ ജനം പിരിച്ചുവിടും. ജോസ് കെ മാണിയുടെ പാർട്ടിയെ ജനം പിരിച്ചുവിടും. ഇനിയിപ്പം വനവാസവും പറ്റിയില്ല. അവിടെ ചെന്നാലും പാമ്പ് കടിക്കില്ലോ. വേണ്ട അപ്പോൾ പോട്ടെ, അവർ സ്വതന്ത്രമായിട്ട് പോട്ടെ, നമ്മൾ ഒത്തിരിക്കാൻ പാടില്ല. അയാളെ എവിടെയും പോട്ടെ, അയാളെ എവിടെ പോയി ആർക്ക് എന്നാ വിലയിരിക്കുന്നത്? സ്വന്തം നാട്ടിൽ രണ്ടാമത് ഇത് കൂടെ ദയനീയ തോൽവി പറ്റിച്ച് അയാളുടെ പാർട്ടിക്ക് MLA-മാരില്ലാതെ അയാൾ എവിടെ പോയിട്ട് എന്ത് കിട്ടാനാണ്? അതിന് ഒരു വിലയില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഒരു MLA ഞാൻ ഇലക്ഷൻ മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ മനസ്സിലായില്ല. കേരള കോൺഗ്രസ് പിരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഇല്ലാതായിരിക്കുന്നു. അത് നന്നായി, ഏറ്റവും അത്രയും വളരെ ഐശ്വര്യമായി എന്നുള്ള അഭിപ്രായം. അത് അടുത്ത വാർത്തയാക്കാം. അടുത്ത വാർത്തയാക്കാം. നീ വരേണ്ടി വരും. അടുത്ത വാർത്തയാക്കാം. എന്തൊരു രസമാണ്. ഒന്ന് ചിരിച്ചു സന്തോഷമായിട്ട് ജീവിക്കാനും സംഭവിക്കരുത്. എന്തൊരു കാലം ദൈവം. അപ്പം മാതൃഭൂമി, മനോരമ, എല്ലാവരും ഏഷ്യാനെറ്റ്. ഞാൻ ഒരു ഓടിച്ചായിരുന്നു, അവനുണ്ടോ? അവിടെ കൊടുക്കണം. ഞാൻ കേൾക്ക, അവൻ അടി കൊടുക്കേണ്ടതല്ലേ. ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞ് പൊന്നു മാനെ അത് നിങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ ചോദിക്കാം. കാല് കൂടെ കൊടുത്തേക്കാം. കൈ മാത്രമാണ്, കാല് കൊടുത്തു. എനിക്ക് പടക്കൊന്നുമില്ല. പിന്നെ കോട്ടയത്ത് പത്രക്കാരെ കോട്ടയത്ത് പച്ചത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.